നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്ക് സത്യസായി ബാബയുടെ ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് എന്താണ് ബാബയുടെ ഒരു ഗൈഡൻസ്, അതായത് നമ്മൾ ഇപ്പോൾ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടത്തിലാണെങ്കിൽ, എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എന്ത് കാര്യത്തിലേക്ക് നമ്മൾ പോകണം, എങ്ങനെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിഫിക്കൽട്ടീസിലോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുരുവിൻ്റെ ഒരു അഡ്വൈസ് പോലെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഒരു നിങ്ങളുടെ മനസ്സിലേക്കുള്ള വിഷമത്തിന് അനുസരിച്ച് ഒരു ഗൈഡൻസ് ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ മനസ്സുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഉചിതമായ ഒരു ഗൈഡൻസ് നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടി, അതിൽ നിന്ന് അത് ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഗൈഡൻസ് ബാബയിൽ നിന്ന് കിട്ടാനും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന എനർജിയെടുത്ത് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ഈ ബാബയുടെ കാർഡിൽ നിന്ന് 3 കാർഡ് എടുക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് വേണ്ട ഗൈഡൻസ് നൽകിയാണ്. വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് വേണ്ട ഉചിതമായിട്ടുള്ള ഗൈഡൻസ് നൽകിയാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പുറത്തു കടക്കാൻ അവർക്കൊരു സൊല്യൂഷൻ അഡ്വൈസ് ഗൈഡൻസ് നൽകിയ നമുക്ക് ബോട്ടം ഓഫ് ഡെക്സും കൂടി നോക്കാം. മാസ്റ്റേഴ്സ് വിൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് മാസ്റ്റേഴ്സിന്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്, ഗോഡിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാസ്റ്റേഴ്സ് വിൽ എന്ന് പറയുന്നുണ്ട്, വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ ഈസ് ഹാപ്പനിങ് വിത്ത് യുവർ മാസ്റ്റേഴ്സ് വിൽ, ഗോ ത്രൂ ഇറ്റ് വിത്ത് എ സ്മൈൽ. നമ്മൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും, യൂണിവേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അവര് നമ്മളെ കാണുന്നുണ്ട്, ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ലൈഫിൽ എന്താണോ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, അതെല്ലാം ഡിവൈൻലി നിർദ്ദേശങ്ങളോട് കൂടിയുള്ളതാണ്. അതായത് ആ മാസ്റ്ററിന്റെ ആഗ്രഹത്തോടു കൂടി ആ മാസ്റ്റേഴ്സ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡിവൈൻ എനർജി ഈ സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും എന്ന് ആദ്യം തന്നെ വിശ്വസിക്കുക. നമുക്ക് കൂടുതൽ ഗൈഡൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് പറയുന്നത്, ബേൺ ഓൾ യുവർ വറീസ്, ഫിയേഴ്സ്, ആങ്കർ, ഇൻഹേർട്സ്, ജലസി ആൻഡ് ദിസ് ഈസ് ഇൻ മൈ ധൂനി. ധൂനി എന്നും പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ധൂനി അതായത് അഗ്നി, അഗ്നികുണ്ഡമാണ് ഇത് കാണിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ശരീരം പോലും നിർമ്മിതമായിരിക്കുന്നതിൽ ഒരു പഞ്ചഭൂതത്തിൽ ഒന്നാണ് അഗ്നി. അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ഡിസയേഴ്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഉള്ളിലെ പാഷൻ, ഡിസയർ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പഞ്ചഭൂതത്തിൽ ഒന്നാണ് അഗ്നി. അപ്പോ ബാബ പറയുന്നത്, ബേൺ ഓൾ യുവർ വറീസ്, ഫിയേഴ്സ്, ആങ്കർ, ഹേർട്സ്, ജലസി ആൻഡ് ഡിസീസ് ഇൻ മൈ ധൂനി. അതായത് ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നവരാണ്, ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം, ഭയം, ദേഷ്യം, അസൂയ, അസുഖങ്ങള്, മറ്റുള്ളവരോടുള്ള വിരോധം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു ധൂനി, മനസ്സുകൊണ്ട് ഒരു ധൂനി സങ്കല്പിച്ച്, ഒരു അഗ്നികുണ്ഡത്തിനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നിങ്ങളുടെ ആ വിഷമമെല്ലാം അതിലേക്ക് സമർപ്പിക്കുക.
അതിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്യപ്പെടുകയും ഇല്ലാതാകുകയും ഒക്കെ ചെയ്യും. അതായത് നിങ്ങളുടെ സങ്കടമാണെങ്കിൽ അത് ഇല്ലാതാവും. നിങ്ങളുടെ ഭയം, ദേഷ്യം, ഹേർട്സ് ഒക്കെ ആണെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഒരു പോസിറ്റിവിറ്റി തരുന്ന രീതിയിലേക്ക് ഉള്ള ഘടകങ്ങളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ധൂനി, അപ്പോൾ ബാബ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ വിഷമത്തിലാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് എന്നറിയാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാനാണ് പറയുന്നത്. മനസ്സുകൊണ്ട് ഒരു ധൂനിയെ സങ്കല്പിച്ച് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അതിലേക്ക് സമർപ്പിച്ച് ബാബയോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി, യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുക. ഇതൊരു ഫസ്റ്റ് ഗൈഡൻസ് ആയിട്ട് കാണുക. ദെൻ സെക്കൻഡ്, ഡു നോട്ട് ജഡ്ജ്, ഫ്രീ യുവർ മൈൻഡ് ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ്. നമ്മളുടെ ബാബ പറയുന്ന നെക്സ്റ്റ് ഗൈഡൻസ്, ഡു നോട്ട് ജഡ്ജ്. നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട, മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ഒരു ജഡ്ജ്മെന്റോടുകൂടി കാണാൻ നിൽക്കണ്ട. ഫ്രീ യുവർ മൈൻഡ് ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും നിങ്ങളുടെ ജഡ്ജ്മെന്റിനെയൊക്കെ ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ യുവർ മൈൻഡ് എന്നാണ് പറയുന്നത്. ഡു നോട്ട് ജഡ്ജ്. നമ്മൾ സ്വയം വിചാരിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനിക്കുക ഇതിങ്ങനെ ആണ്, ഇതിങ്ങനെ സംഭവിച്ചത് ഇതിങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. സോ ഡു നോട്ട് ജഡ്ജ് തിങ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കുക. നമ്മളുടെ ജഡ്ജ്മെന്റുകൾ കൂടുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ കൂടുന്നത്. നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടും, ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടും. ചിലപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല ആക്ച്വലി അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കരുതിയിട്ടുണ്ടാവുക. നമ്മൾ ജഡ്ജ് ചെയ്യാണ്, ആ വ്യക്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇത് എനിക്ക് മോശമാവും, ആ വ്യക്തി എനിക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ, ഡൗട്ട്സ് ഒക്കെ ക്രിയേറ്റ് ആവപ്പെടും. അതുകൊണ്ട് ജഡ്ജ്മെന്റ് നിർത്തുക. നമ്മൾ ഫ്രീ ഓഫ് മൈൻഡിൽ ജീവിക്കുക. നമ്മൾ ഫ്രീ യുവർ മൈൻഡ് എന്നാണ് പറയുന്നത്, അതിൽ ജീവിക്കുക. ഒരുപാട് ജഡ്ജ്മെന്റിലേക്ക് പോകുമ്പോഴും പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും. ദെൻ അറ്റാച്ച്മെന്റ്. In being over attached to your worldly roles, do not neglect your soul purpose. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഭൗതിക തലത്തിൽ നമ്മളെ പിടിച്ചു വെക്കുന്ന, നമ്മുടെ മോക്ഷത്തിന് തടസ്സം വെക്കുന്ന ഒരു വലിയൊരു ഘടകമാണ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്, വ്യക്തിബന്ധങ്ങളിലുള്ള അറ്റാച്ച്മെന്റ്, എന്തിനോടുള്ള അറ്റാച്ച്മെന്റ്, അത് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് തടസ്സമാണെന്നാണ് പറയുന്നത്. ഇൻ ബീങ് ഓവർ അറ്റാച്ച്ഡ് ടു യുവർ വേൾഡ് റോൾസ്. നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാണ്. അപ്പോൾ ഡു നോട്ട് നെഗ്ലക്ട് യുവർ സോൾ പർപ്പസ്. നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാവാം. അപ്പം അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യപ്പെടരുത് എന്നാണ് പറയുന്നത്. ഇവിടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട്. അങ്ങനെ അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ്, നമ്മുടെ ഉള്ളിൽ ഒരു അന്ധത കൊണ്ടുവരുന്നുണ്ട്. ആ അന്ധതയിൽ നമ്മൾ റിയാലിറ്റി കാണുന്നില്ല, അല്ലെങ്കിൽ റിയലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കും. അപ്പം ഈ അന്ധത, ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു അന്ധതയാണ്. അത് ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അന്ധതയാണ്. ആ അന്ധത മാറ്റുക. നമ്മൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപേക്ഷിക്കണമോ എന്നല്ല പറയുന്നത്. അതെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ലൈഫിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, മനുഷ്യനായിട്ട് ജനിച്ചു, ഒരു കുടുംബത്തിൽ ജനിച്ചു, നമ്മുടെ ചുറ്റും ബന്ധുക്കള്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കള്, സമൂഹം, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതായത് ഈ ബന്ധങ്ങളൊന്നും നമ്മളെ ഓവറായിട്ട് അഫക്റ്റ് ചെയ്യരുത്, നമ്മുടെ ഡിസയേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യരുത്.
ഇതെല്ലാം ഒരു ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണെങ്കിൽ പോലും ആ ആവശ്യങ്ങൾക്ക് ആ ആവശ്യങ്ങൾ മാത്രമാണ്, അതായത് നമ്മുടെ ഈ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഘടകങ്ങൾ മാത്രമായിട്ട് അതിനെ കാണുക. അതില് അന്ധമായിട്ട് വീണു പോകാതിരിക്കുക. ബന്ധങ്ങളെ നിലനിർത്തുക തന്നെ വേണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക തന്നെ വേണം. ഇതിനെയൊന്നും ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. ഇതിലെല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതിനൊരിക്കലും തടസ്സമായിട്ട് വരരുത്. നമ്മൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം വേദനയിലും ഡിപ്രഷനിലേക്കും പോകും. അത് ഈ അറ്റാച്ച്മെന്റ് കാരണമാണ്. ഓരോ എന്താ പറയുക നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് എന്നും കൂടി നമ്മൾ വിചാരിക്കുക. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ റോള് അവിടെ കഴിഞ്ഞു. അതിപ്പോ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഘടകമായിരിക്കും, അല്ലെങ്കിൽ ജോലി ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഒരു എൻഡ് എപ്പോഴാണെങ്കിലും സംഭവിക്കേണ്ടതാണ്. ആ എൻഡിനെ റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. നമ്മള് ഭഗവത്ഗീതയിൽ പറയും, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്തിനു ദുഃഖിക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള വാചകങ്ങളാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളുടെ ഒരു വേൾഡ്ലി റോളിന്, നമ്മുടെ ഭൗതിക തലത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഘടകങ്ങൾ ആവശ്യമാണ്. അതിന് ആ പർപ്പസ് മാത്രം അതിൽ കാണുക. അതല്ലാതെ അതിനകത്ത് ഒരുപാട് ഇമോഷണലി അറ്റാച്ച് ആവുകയും നമ്മളുടെ ഗ്രോത്തിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയും ചെയ്യരുത് എന്നുള്ള മെസ്സേജാണ് ബാബ തരുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസിലോ വിഷമത്തിലോ പെട്ട് ഇരിക്കുകയാണെങ്കിൽ ബാബ ഫസ്റ്റ് പറയുന്നത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ എന്താ പറയാ ഡിവൈൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഡിവൈൻ എനർജി നമ്മളിലുണ്ട്. അപ്പൊ ആ ഡിവൈൻ അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അത് അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു പെട്ടെന്നൊരു റിലീഫ് വരണം. അപ്പൊ അതിനാണ് ബാബ പറയുന്നത്, നമ്മളൊരു ധൂനിയെ മനസ്സിൽ സങ്കല്പിച്ചു നമ്മുടെ എല്ലാ വിഷമങ്ങളെയും അതിനകത്തേക്ക് സമർപ്പിക്കുക. അഗ്നി എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്യുന്നതാണ്, അഗ്നി എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതുമാണ്. അപ്പോൾ പ്യൂരിഫൈ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ പ്യൂരിഫൈ ചെയ്യപ്പെടുകയും നിങ്ങളിൽ നിന്ന് പോകേണ്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പോകുകയും നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ലെവലിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. പിന്നെ കാര്യങ്ങളെ എല്ലാത്തിനെയും ജഡ്ജ്മെന്റോടുകൂടി മാത്രം കാണാതിരിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ബിഹൈൻഡ്, ഇതിന്റെ സിറ്റുവേഷൻ ബിഹൈൻഡ് ഉണ്ടാവാം. അപ്പോൾ അതിനെ ജഡ്ജ്മെന്റോടുകൂടി മാത്രം വിലയിരുത്താതെ ഇരിക്കുക. കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആവാതെ നമ്മളെ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ ബാബയുടെ ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.